ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്, ഫാമിലി ആയിട്ടാണ് പോണത്. പപ്പയില്ല, ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് മുഖത്തൊക്കെ ഉണ്ട്. അന്നമോളാണെങ്കിൽ ഇതേ റെഡി ആയിട്ട് വാച്ചും ബാഗും പിന്നെ ഷൂസും എന്താ പറയുക കണ്ണാടിയും ഒക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവളൊരു മരണ വീട്ടിൽ പോകണമെങ്കിൽ പോലും ഇത്രയ്ക്കും ഒരുങ്ങിയാണ് പോവാറ്. അത് അവൾക്ക് നിർബന്ധം കേട്ടോ. ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട്, എങ്ങും പോയില്ലെങ്കിലും ചുമ്മാ വണ്ടി കയറി ഇരുന്നാൽ തന്നെ സ്വർഗം കിട്ടിയൊരു ഫീലാണ്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നും വേണ്ട, വെറുതെ ജംഗ്ഷൻ വരെ പോയാൽ മതി. ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കണ്ട, പുറത്തുനിന്ന് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇറങ്ങിയത്. പക്ഷെ ഭയങ്കരമായിട്ട് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ശരവണഭവൻ കണ്ടപ്പോൾ വേഗം വണ്ടി നിർത്തി ഫുഡ് കഴിക്കാൻ കയറി. അന്നമോളാണെങ്കിൽ ഭയങ്കര സീനായിരുന്നു, ഓടിക്കളിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു കണക്കിന് പിടിച്ചൊക്കെ ഇരുത്തി ഞാൻ. ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു, അവളാണെങ്കിൽ കുറച്ച് കഴിക്കാനൊക്കെ നോക്കി, വളരെ കുറച്ച് മാത്രം കടിച്ചിട്ട് അവൾ അവിടെ തന്നെ വെച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ പോയാലും ഇതാട്ടോ ഓർഡർ ചെയ്യുക, എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അന്നമോൾക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കസേരയൊക്കെ വലിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവളെയും കൂടി അങ്ങനെ എന്നാൽ പിന്നെ മടിയിലിരുത്തണ്ട, ഒറ്റയ്ക്ക് ഇരുത്താമെന്ന് പറഞ്ഞുകൊണ്ട് കസേരയൊക്കെ വലിച്ചിട്ട് അവളെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിന്. അന്നമോള് കഴിച്ചിട്ടില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമാണ് അന്നമോള് കഴിച്ചിട്ടുള്ളത്. ബാക്കി അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവൾ എപ്പോഴും അങ്ങനെ കേട്ടോ, എപ്പോഴും പാല് മാത്രമേ കുടിക്കുകയുള്ളൂ. അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കേട്ടോ നേരത്തെ ഇറങ്ങിയത്. കാരണം അന്നമോള് കുറച്ച് സീനായി ഓടി നടക്കലൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പുറത്തും ഇവൾ ഓടി നടക്കായിരുന്നു കേട്ടോ. അവിടെ പോണ സകല ആൾക്കാരും അവളെ നോക്കിയിട്ട് വിളിക്കുകയും കൈ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിതേ വീണ്ടും വണ്ടിയിലേക്ക് കയറി. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നല്ല കേട്ടോ, ടൈമൊക്കെ ഒരുപാട് വൈകി. നമ്മൾ പോണ സ്ഥലത്ത് 9:30 തൊട്ട് 12:30 വരെ ആണ് കേട്ടോ അവിടെ ടിക്കറ്റൊക്കെ കൊടുത്തു തുടങ്ങുന്ന ടൈം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് കൊടുക്കില്ല, പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ വേഗം എത്താനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു. പിള്ളേരാണെങ്കിൽ ഇത് ഈ ബാക്കിൽ ഇങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് പുറകേലത്തെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അവർക്കിങ്ങനെ ജനലിൽ കൂടെ നോക്കുന്നതിന് അല്ലെങ്കിൽ വിൻഡോയിൽ കൂടെ നോക്കുന്നതിനേക്കാളും ഇഷ്ടം അവർക്ക് ഈ ബാക്കിൽ നോക്കി ഇങ്ങനെ ഇരിക്കണതായിരുന്നു. അപ്പോൾ ചേച്ചിയും കൊച്ചും ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. അതായിരുന്നു അന്നമോൾക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നു. കാരണം അന്നമോൾക്കും അവനും കൂട്ടുകൂടി നിന്നിട്ട് ബാക്കിൽ ഇതിങ്ങനെ നോക്കിയിരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അവർ രണ്ടുപേരും എങ്ങനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എവിടെയാണെന്ന്. അതെ, നമ്മൾ ഹിൽ പാലസിലേക്കാട്ടോ വന്നത്. നമ്മൾ ഇങ്ങനെ എവിടെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നോക്കിയപ്പോൾ ഹിൽ പാലസിൽ പോവാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി, അങ്ങനെ വന്നതാട്ടോ. അപ്പം ഞങ്ങൾ പോയി അവിടെ ചെരുപ്പ് അഴിച്ചെറിഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി എല്ലാവരും ചെരുപ്പൊക്കെ അഴിച്ച് അതിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. അകത്തേക്ക് കയറുന്നേക്കാളും മുമ്പ് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ അലൗഡ് അല്ല. അതായത് നമുക്ക് പുറത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാം, ഈ ഏരിയയിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം, പക്ഷേ ആ മ്യൂസിയത്തിലുള്ള സാധനങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞാൽ പിന്നെ നമ്മളത് ഫോളോ ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അകത്തുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ കുറേ ആൾക്കാർ ഈ പറഞ്ഞിട്ട് പിന്നെയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം ഞാൻ കണ്ടു. പക്ഷെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. പക്ഷെ എന്തോ എനിക്കിവിടെ ഇഷ്ടമായില്ല കേട്ടോ, അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളിങ്ങനെ ചാറ്റ് GPT ചോദിച്ചിട്ടൊക്കെ കേട്ടോ ഇവിടേക്ക് വന്നത്. ആ ടൈമിൽ ഇവിടെ നല്ലൊരു മഴയൊക്കെ പെയ്തു. പിന്നെ പിള്ളേർക്ക് ബാത്റൂമിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ ഇങ്ങനെ മാനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടേക്ക് വന്നു. പക്ഷേ നമ്മൾ ചാറ്റ് GPT ചോദിച്ചപ്പോൾ ഇതിൽ കൂടുതൽ മൃഗങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ മാനും മ്ലാവും മാത്രമേ ഉള്ളൂ എന്നാട്ടോ അറിഞ്ഞത്. അങ്ങനെ അവരെ നമ്മൾ ഈ പ്ലാവിൻ്റെ ഇലയൊക്കെ കൊടുത്തിട്ട് അവരത് കഴിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അങ്ങനെ ഫീഡൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ അന്നമോളുണ്ടല്ലോ, കാണാത്ത എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുമെന്ന് പറയണ പോലെ അവൾ അവിടെ ഒരു ഊഞ്ഞാല കണ്ടിട്ടുണ്ടായിരുന്നേ. ഒരു ചേച്ചി ഇരുന്ന് അടന്ത് അവൾ കറക്റ്റായിട്ട് അതുമ്മ പോയിട്ടോ, അതിനു വേണ്ടി വാശി പിടിച്ച് അതുമ്മ കയറിയിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ മടിയിലിരുത്തി ആട്ടാന്ന്, പക്ഷെ അവൾ അത് സമ്മതിച്ചില്ല കേട്ടോ. അവൾക്ക് തന്നെ ആടണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ
അതിൽ നിന്ന് തിരിക്കാൻ വേണ്ടി ഒരു മിഠായി കൊടുത്തുവിട്ടു. ആ മിഠായി അവൾ നിലത്തിട്ടു. അറ്റ് ലാസ്റ്റ് മോമോൻ്റെ കയ്യിൽ നിന്ന് ഒരു മിഠായി വാങ്ങിച്ചു കൊടുത്തിട്ടാണ് സമാധാനിപ്പിച്ച് അവളെ നടത്തി കൊണ്ടുപോകണത്. ഇനി ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുപോകണത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ടാണ് പോണത്. ആ ടൈമിലൊക്കെ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ കുടയൊക്കെ ചൂടി ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഇവർ കുറച്ച് നേരം നോക്കി നിന്നത് ഈ ഡിനോസറിനെ കേട്ടോ. അതിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണൊക്കെ കാണാൻ. പിന്നെ ഇവരെ നമ്മൾ ഇതൊക്കെ പറഞ്ഞാണ് പേടിപ്പിക്കണത്. അപ്പോൾ ഇവർ ഇതൊന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു എക്സൈറ്റ്മെൻറ്റ് പോലെ തോന്നിയിട്ട് ഇവർ കുറച്ച് നേരം അതവിടെ നിന്ന് ഒന്ന് നോക്കി ആസ്വദിച്ചിട്ടൊക്കെ കേട്ടോ പോയത്. അങ്ങനെ ഞാനും എൻ്റെ മോളും ഫോട്ടോ എടുക്കാനൊരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ പോയി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോഴേക്കും എൻ്റെ മോൾ വാശി പിടിച്ച് കരയാൻ തുടങ്ങി കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവൾക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഓറഞ്ച് കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഓറഞ്ച് ഇരിക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. അവൾ കരച്ചിലൊക്കെ ആയി. അങ്ങനെ ഞാൻ കാറിൽ പോയി കുറച്ച് പാലൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ ആളൊന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ബിരിയാണിയാണ് കഴിച്ചത്. അന്നമോൾക്ക് ഈ പാല് കിട്ടിയ വേറൊന്നും വേണ്ട. അവളിപ്പോഴും പാല് തന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കണക്കിന് 2-3 വായൊക്കെ ഞങ്ങൾ അവളെ കഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കൂടുതലൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ അവിടെ നിന്ന് പതിയെ നമ്മളൊന്ന് ഇറങ്ങി ഫുഡ് കഴിക്കണതിൻ്റെ ഇടയിൽ തന്നെ മോമോ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. മോമോ എന്ന് പറയുന്നത് ചേട്ടൻ്റെ കൊച്ചാണ്, ഞാൻ അങ്ങനെയായിട്ട് വിളിക്കണേ. അപ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ട്. അന്നമോളും മോച്ചുമൊക്കെ ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവരും ഉറങ്ങി. അന്നമോൾ ഇങ്ങനെ ഉറങ്ങി കഴിയുമ്പോൾ എനിക്ക് തലോടാനും ഉമ്മ വയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുഞ്ഞുങ്ങളെ ഉറക്കത്തിൽ ഉമ്മ വയ്ക്കരുതെന്ന് പറയും. മോച്ച് കുഞ്ഞായിരുന്നപ്പോഴും ഞാൻ ഇങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും മോച്ചു ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഞാൻ ഉമ്മയൊക്കെ കൊടുക്കും. പക്ഷെ ഇങ്ങനെ കൊടുക്കരുതെന്നാണ് പറയാറ്. അങ്ങനെ നമ്മളിതേ ചെറായി ബീച്ചിലേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചീനവലയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടെത്തിയൊരു ഫീലാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു കണക്കിന് പറഞ്ഞാൽ ഇത് എൻ്റെ നാട് തന്നെയാണ് കേട്ടോ. കാരണം എൻ്റെ അമ്മയുടെ നാടാണിത്. അമ്മയുടെ അമ്മ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാടെത്തിയ ഫീലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 2 പേര് എഴുന്നേറ്റു. മോച്ചു എഴുന്നേറ്റു. മോച്ചു കുഴപ്പമുണ്ടായില്ല. പക്ഷേ മറ്റേ ആൾ എഴുന്നേറ്റു. മോമു എഴുന്നേറ്റപ്പോൾ തൊട്ട് കരച്ചിലായിരുന്നു. അങ്ങനെ ചേച്ചിയും ചേട്ടനും മിഠായിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വണ്ടി നിർത്തി അവന് മിഠായിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. മിഠായിയുടെ മണം അടിച്ചു കഴിഞ്ഞാൽ അന്നമോള് എവിടെ നിന്നായാലും ഉറക്കം എഴുന്നേക്കും കേട്ടോ. അങ്ങനെ അന്നമോളും ഉറക്കൊക്കെ എഴുന്നേറ്റ് മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പാല് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഈ മിഠായി കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, മാക്സിമം കുറച്ചേ കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കടൽ എത്തിയിട്ടുണ്ട്. ചെറായി ബീച്ചിലാണ് എത്തിയത്. മോച്ചുവിന് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. കാരണം അവനിത് കണ്ടിട്ടില്ല. നമുക്ക് ഈ പിള്ളേർ കാണാത്തതുകൊണ്ട് തന്നെ ഇതൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ, തിരമാലയുടെ ആ ശക്തിയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് കൂടുതൽ മുന്നോട്ടേക്ക് പോയി കുഞ്ഞുങ്ങളെ കാണിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വെള്ളം നമ്മളെ ആകർഷിക്കും എന്നല്ല പറയണത്. നമ്മൾ വെള്ളം കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ ആകർഷിച്ചും അതിലേക്ക് ഇറങ്ങണമെന്നും അതിൻ്റെ കൂടുതൽ ഇങ്ങനെ നടന്നു പോകണമെന്നൊക്കെ തോന്നുമല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്നാട്ടോ കണ്ടത്. പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഈ മീനുകളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു സംഭവം കണ്ടു കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അവിടെ ചെന്ന് നോക്കി. പക്ഷെ അവർ പറഞ്ഞു 150 രൂപയാണ് ഒരാൾക്കെന്ന് പറഞ്ഞു. കുറച്ച് നമ്മൾ കൂടുതലാണോ പൈസ എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ അകത്തേക്ക് കയറിയത്. പക്ഷെ സത്യം പറയാമല്ലോ, അതൊട്ടും കൂടുതലല്ലായിരുന്നു. നമുക്കിവിടെ വന്നപ്പോഴാണ് ആ ഒരു ഇത് കിട്ടിയത്. ഇവിടെ ആമയുണ്ട്. പിന്നെ ഇത് മൊത്തം ഈ മീനുകൾ കാണാൻ എന്ത് ഭംഗിയായി വിറ്റിങ്ങൾ നടക്കണം, ഈ എന്താ പറയുക, നീന്തലൊക്കെ കാണാൻ. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ കയ്യിൽ ഫുഡൊക്കെ തന്നിട്ട് പറഞ്ഞു, ഫുഡ് കൊടുത്തോ, ഞാൻ തരാൻ കൈ പിടിച്ച്. അപ്പോൾ നീ ഇങ്ങനെ കൊടുത്താൽ മതി, വെച്ചാൽ മതി, അവർ വന്ന് കഴിക്കും, കൈ തുറക്കരുതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വെച്ചു. പക്ഷേ എനിക്ക് ഐറ്റിങ്ങൾ വായം പൊളിച്ച് വരുമ്പോൾ തന്നെ എന്തോ ഒരു പേടിയായിട്ട് ഞാൻ അവിടെ നിന്ന് അലറി വിളിക്കായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ എനിക്ക് കാണിച്ചു തന്നു, നീ ഇങ്ങനെ വെച്ചാൽ മതി, ഇങ്ങനെ പിടിച്ചാൽ മതി. പക്ഷേ എനിക്ക് പറ്റണ്ടായിരുന്നില്ല കേട്ടോ. മീനുകളുടെ വരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ എൻ്റെ അലർച്ച കേട്ടിട്ട് ഇവരൊക്കെ ഇരുന്ന് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇവരാരും ഇത് കൊടുക്കണമില്ല കേട്ടോ. ഞാൻ തന്നെയാണ് ഇതിന് വേണ്ടി ഇറങ്ങിയത്. പക്ഷേ ഞാൻ പതിയെ പതിയെ തുറന്ന് ഐറ്റങ്ങൾക്ക് തീറ്റ കൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ. ഇത് കണ്ടോ, എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ. എൻ്റെ ദൈവമേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയായിരുന്നു കേട്ടോ. ഈ മീനൊക്കെ നോക്കി എന്ത് രസമല്ലേ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹിൽ പാലസിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു നഷ്ടബോധം തോന്നി. അത്ര ടൈമും പോയി വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ്
ആ ഒരു ഇത് മാറിയത്. അങ്ങനെ ദേ പാമ്പുകളൊക്കെ കണ്ടോ. നമ്മൾ പാമ്പുകളുടെ അടുത്തൊന്നും അധികം നേരം നിന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങി. ഇതിലും കൂടുതൽ കാഴ്ചകളുണ്ട്, ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതാട്ടോ. അപ്പോൾ ഇതാണ് സ്ഥലം. നിങ്ങൾ ആരെങ്കിലും ചെറായി ബീച്ചിൽ വരുന്നുണ്ടെങ്കിൽ ചെറായി ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ്. ഇവിടെ കയറൂ കേട്ടോ, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടബോധം തോന്നൂല. അങ്ങനെ ഞങ്ങൾ നേരെ നടക്കുന്നത് ഒരു ചായ കുടിച്ച് കളയാം, പിന്നെ എന്തെങ്കിലും കഴിക്കാം എന്നുള്ള പേരിലാട്ടോ ഈ നടക്കണത്. അപ്പോൾ അവിടെ ഒരു ബജ്ജിക്കട കണ്ടു, അവിടെ നിന്ന് ബജ്ജി വാങ്ങിച്ചു കേട്ടോ. ഈ ഫ്ലവറിൻ്റെ ബജ്ജിയും പിന്നെ മുളക് ബജ്ജിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ പതിയെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.